ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓഫാക്കാതെയാണ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ വഴി യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വഴി ഗൂഗിളിലേക്ക് എല്ലാ ഡാറ്റയും ഷെയറിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മസ്റ്റായിട്ട് ഈ ഒരു സെറ്റിങ്സ് ഓഫാക്കിയിരിക്കണം. ആ ഓഫാക്കണം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ ഭാഗത്ത് നമുക്ക് പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്വിച്ച് അക്കൗണ്ട് നേരെ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പ്രൈവസി. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓഫാക്കിയിട്ടില്ലെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന വഴി നിങ്ങളുടെ എല്ലാ ഡാറ്റയും ഗൂഗിളിലേക്ക് ഷെയറിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മസ്റ്റായിട്ട് ഓഫാക്കണം. അത് ഇവിടെ കാണാൻ സാധിക്കും മൈ ആഡ് സെൻറ്റർ. അതുപോലെ തന്നെ ഇത് ഓഫാക്കുന്നതിലൂടെ നമുക്ക് നമ്മൾ ഏതൊക്കെ തരം വീഡിയോസാണോ കാണുന്നത് അത്തരത്തിലുള്ള വീഡിയോസിന് അനുയോജ്യമായിട്ടുള്ള പരസ്യങ്ങൾ വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ മൈ ആഡ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ പിന്നെ പേഴ്സണൽ കാര്യം ഇവിടെ ഓണാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മറ്റൊരു പേജ് എനേബിൾ ആയി വരും. ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ കണ്ടോ സിംഗിളാണ്, അതുപോലെ തന്നെ മെയിലാണ്, അതുപോലെ തന്നെ ഒരുപാട് ഡാറ്റകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഗൂഗിളിലേക്ക് ഷെയറിംഗ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഓൺ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇതിലൊന്ന് ആരൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓഫാക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം OTT എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്ന് ബാക്കോട്ട് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ഇനി ഇവിടെ കാണാൻ സാധിക്കും യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് യൂട്യൂബ് ഹിസ്റ്ററി ഒക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഫാക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ മൈ ആഡ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫാക്കാനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.